ദിവ്യബലിക്കാണ് നമ്മൾ എല്ലാ ദിവസവും പിള്ളേരെയും കൊണ്ട് പോകുന്നത്. അതിനൊപ്പം തന്നെ നമ്മൾ കുർബാന കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ പിള്ളേരെയും കുർബാന കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ എല്ലാവരോടും നിൽക്കാൻ പറയും. പ്രയർ റൂമിൽ തന്നെ നിന്ന് അവരെല്ലാവരും നമ്മൾ തലയിൽ കൈവച്ച് നമ്മൾ പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ച് അവർ പഠിച്ച കുറച്ച് ബൈബിൾ വാചനങ്ങളുണ്ട്. അതൊക്കെ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഭാര്യയും ഭർത്താവിൻ്റെയും ഒരു പ്രാർത്ഥനയുണ്ട്. അത് ഞങ്ങൾ രണ്ടുപേരും കൈകോർത്ത് പിടിച്ചെത്തിക്കും. അത് കഴിഞ്ഞ് മക്കൾക്ക് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അതൊക്കെ എത്തിച്ച് കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് എല്ലാവർക്കും ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് പിന്നെ നമ്മൾ അവരെ സ്കൂളിലേക്ക് വിടുക. പിന്നെ നമ്മളത് കഴിഞ്ഞ് ഇപ്പോൾ അത് കുറച്ച് നാളായിട്ട് ആൾക്കൊരു സർജറിയും പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ നമ്മളതൊന്ന് മുടങ്ങി. അതിന് മുമ്പ് വരെ ആളെല്ലാ ദിവസവും ആരാധനയ്ക്ക് 1 മണിക്കൂറെങ്കിലും പോയിരിക്കും. സിനോച്ചേട്ടൻ ഒരു മണിക്കൂർ പോയി. ഒപ്പം പറ്റാവുന്ന ദിവസങ്ങളിൽ ഞാനും ആളുടെ കൂടെ തന്നെ ഞാൻ പറയും എനിക്കും വരണം എന്ന് പറഞ്ഞിട്ട് ഞാനും ആളും കൂടി ഒരുമിച്ചാണ് വൈകിട്ട് ആരാധനയ്ക്ക് പോയിരിക്കും. അതേപോലെ മാക്സിമം ഇപ്പോൾ ഒരുമിച്ച് തന്നെ കുമ്പസാരിക്കാനായിട്ട് ഒരുമിച്ച് രണ്ടുപേരും ഒരു ഫാദറിൻ്റെ അടുത്ത് തന്നെ കുമ്പസാരിക്കാനായിട്ട് പോകും. അതേപോലെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു സ്പിരിച്വൽ ഫാദർ ഉണ്ട്. അപ്പം നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ അച്ഛൻ്റെ അടുത്ത് പോകും, കാര്യങ്ങളൊക്കെ പറയും, അച്ഛൻ്റെ ഉപദേശങ്ങളൊക്കെ കേൾക്കും. അപ്പോൾ അതേപോലെ ജീവിതത്തിൽ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കും. അങ്ങനെയാണ് ഇപ്പോൾ ഒരു ലൈഫ് ഇങ്ങനെ പോകുന്നത്.